നമ്മൾ നേരത്തെ വീഡിയോയിൽ നോക്കിയ ക്വസ്റ്റ്യൻ ആണ്. അതിൽ 2 ഇൻഡിപെൻഡൻറ്റ് ബെർണോളി റാൻഡം വേരിയബിൾസ് x1 ആൻഡ് x2 തന്നിട്ടുണ്ട്. ആൻഡ് ക്രിട്ടിക്കൽ റീജിയൻ ഇസ് x1 + 2x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മളവിടെ ചെയ്തത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ്. x1 + 2x2വിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അതിനുശേഷം നമ്മൾ അവിടെ PMF ആണ് എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ. നമ്മൾ PMF എഴുതി വെച്ചിട്ടുണ്ട്. PMF കണ്ടുപിടിച്ചു. f(i) എന്താ എഴുതിയിരിക്കുന്നത്? y ഫോളോ ചെയ്യുന്നത് ബൈനോമിയലാണ് വിത്ത് പാരാമീറ്റർ 3, എന്ന് ഐഡൻറ്റിഫൈ ചെയ്തതുകൊണ്ട് PMF പ്രോബബിലിറ്റി ഓഫ് y is equal to y is 3cy theta raised to y 1 - theta raised to 3 - y is equal to 0, 1, 2, 3 എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൽ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ് കാണേണ്ടത്. അപ്പോൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് H0 when H0 is true. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്താണ് H0, എന്താണ് H1 തന്നിരിക്കണമെന്ന് നമുക്ക് നോക്കാം. നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വി ഹാവ് ടു ടെസ്റ്റ് തീറ്റ ഇസ് ഈക്വൽ ടു 1/3 എന്നാണ്. അതായത് എന്ത് കാര്യമാണോ ടെസ്റ്റ് ചെയ്യേണ്ടത് ദാറ്റ് ഇസ് അവർ H0. അപ്പോൾ H0 ട്രൂ ആണെങ്കിൽ തീറ്റ എന്തായിട്ട് എടുക്കണം? 1/3 ആയിട്ട് എടുക്കണം. ആൻഡ് H1 ട്രൂ ആവുമ്പോൾ അതാണ് എഗെയിൻസ്റ്റ് തീറ്റ ഇസ് ഈക്വൽ ടു 2/3. അതായത് H1 ട്രൂ ആവുമ്പോൾ തീറ്റ എന്തായിട്ട് നമ്മൾ എടുക്കണം? 2/3 ആയിട്ട് നമ്മൾ എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എഴുതാം H0 തീറ്റ ഇസ് ഈക്വൽ ടു 1/3 എന്നും H1 തീറ്റ ഇസ് ഈക്വൽ ടു 2/3 എന്നുമാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൽഫയിലേക്ക് തിരിച്ചു വരാം. ആൽഫ ഈസ് പ്രോബബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് H0. എപ്പോഴാണ് റിജക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്? വെൻ x1 + 2x2 അല്ലേ. x1 + 2x2 is ഗ്രേറ്റർ ദാൻ 1 ആവുമ്പോഴാണ് അല്ലേ. ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ 1. അപ്പോഴാണ് നമ്മൾ റിജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞത്. വെൻ H0 is true. H0 ട്രൂ എന്ന് പറഞ്ഞാൽ എന്താണ്? തീറ്റ 1/3 ആവുന്ന സമയത്ത് എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് x1 + 2x2വിനെ നമ്മൾ y എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് പ്രോബബിലിറ്റി ഓഫ് y ഗ്രേറ്റർ ദാൻ 1 ഗിവൺ ദാറ്റ് തീറ്റ ഇസ് ഈക്വൽ ടു 1/3. അപ്പോൾ തീറ്റ 1/3 ആവുമ്പോൾ എന്താണ്? വെൻ തീറ്റ ഇസ് ഈക്വൽ ടു 1/3 വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് y ഇസ് ഈക്വൽ ടു y? y ഇസ് ഈക്വൽ ടു y. തീറ്റ 1/3 ആവുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു 3cy 1/3 raised to y 1 - 1/3. that is 2/3 raised to 2 - y. ഇത് നമ്മൾ ആദ്യം എഴുതി വെച്ചു. പിന്നെ y ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരാം? ഇവിടെ വൈന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് 0, 1, 2, 3. അപ്പോൾ y ഇസ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ yക്ക് 2 എന്നുള്ള വാല്യൂ എടുക്കാം, 3 എന്നുള്ള വാല്യൂ എടുക്കാം. അപ്പോൾ ദിസ് ഇസ് പ്രോബബിലിറ്റി ഓഫ് y ഇസ് ഈക്വൽ ടു 2 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് y ഇസ് ഈക്വൽ ടു 3. തീറ്റ 1/3 എന്നുള്ളത് നമ്മൾ എഴുതിയിട്ടുണ്ട്. ദിസ് ഇസ് ഈക്വൽ ടു ഇവിടെയാണ്. അപ്പോൾ തീറ്റ 1/3 ആയപ്പോഴാണ് എടുക്കേണ്ടത്. വെൻ y ഇസ് ഈക്വൽ ടു 2 3c2 1/3 raised to 2 2/3 raised to 3 minus ആണ് 3 minus 2 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് y ഇസ് ഈക്വൽ ടു y എന്ന് പറഞ്ഞാൽ എന്താണ്? 3c3 1/3 raised to 3 2/3 raised to 3 minus 3 എന്ന് വരും. അത് 0 ആയിപ്പോ അല്ലേ. അങ്ങനെ 2/3 raised to 3 minus 3 that is 2/3 raised to 0 which is 1. അപ്പോൾ ഇത് 1 ആയിട്ട് പോകും. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? What is 3c2? 3c2 is 3 into 1/3 square 1/9 into 2/3 raised to 3 minus 2 that is 2/3 raised to 1 plus ഇവിടെ 3c3 is 1 1/3 cube പറഞ്ഞാൽ 1/27 ഇത് 1 ആയിട്ട് മാറി അല്ലേ. അപ്പോൾ ദിസ് ഇസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? ദിസ് ഇസ് 6/27 plus 1/27 and the answer is 7/27. ഇതാണ് നമുക്ക് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്തത് ഈ കേസിൽ നമുക്ക് പവർ കൂടി കണ്ടുപിടിക്കാം. വാട്ട് ഈസ് പവർ? പവർ ഇസ് പ്രോബബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് H0 വെൻ H1 is true അല്ലേ. അപ്പം നമ്മൾ പറഞ്ഞ മാതിരി നമ്മൾ എപ്പോഴാണ് റിജക്റ്റ് ചെയ്യുന്നത്? വെൻ പ്രോബബിലിറ്റി ഓഫ് അവർ y is greater than 1 and when H1 is true means theta is equal to 2/3. അപ്പോൾ നമുക്ക് എഴുതാം വെൻ theta is equal to 2/3
വാട്ട് ഈസ് അവർ പ്രോബബിലിറ്റി അല്ലെങ്കിൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ പി ഓഫ് വൈ ഇസ് ഈക്വൽ ടു ദറ്റ് ഈസ് എഫ് ഓഫ് വൈ ആണ് ഇസ് ഈക്വൽ ടു 3CY. ഇവിടെ തീറ്റ എന്ന് വന്ന സ്ഥാനത്ത് ഇവിടെ 2/3 റേസ് ടു വൈ. 1 മൈനസ് തീറ്റ വന്നവിടെ 1/3 റേസ് ടു 3 മൈനസ് വൈ എന്ന് വരും. വൈ എടുക്കുന്ന വാല്യൂസ് 0, 1, 2, 3. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് വൈ ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് വൈ ഇസ് ഈക്വൽ ടു 2 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് വൈ ഇസ് ഈക്വൽ ടു 3 വിച്ച് ഇസ് ഈക്വൽ ടു y 2 ആവുമ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? ദിസ് ഇസ് 3C2 2/3 റേസ് ടു 2 ആൻഡ് 1/3 റേസ് ടു 3 മൈനസ് 2 പ്ലസ് y ഇസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാലോ 3C3 2/3 റേസ് ടു 3 1/3 റേസ് ടു 3 മൈനസ് 3. ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3C2 ഇസ് 3, 2/3 സ്ക്വയർ പറഞ്ഞാൽ 4/9, 1/3 റേസ് ടു 3 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 1/3 പ്ലസ് വാട്ട് ഇസ് 3C3 ഇറ്റ് ഇസ് 1 ഇൻറ്റു 2/3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 2 ക്യൂബ് ബൈ 3 ക്യൂബ് അല്ലേ 8/27 1/3 റേസ് ടു 0 1 അല്ലേ വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 12 ഡിവൈഡഡ് ബൈ 27 പ്ലസ് 8 ഡിവൈഡഡ് ബൈ 27 എന്ന് വരും. ആൻഡ് ദ ആൻസർ ഇസ് 12/27 പ്ലസ് 8/27 ഇസ് 20/27. ഇതാണ് ഈ കേസിൽ നമുക്ക് എന്ത് കിട്ടുന്നത്? പവറായിട്ട് കിട്ടുന്നത്.